പൂക്കോട് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപട്ടികയിൽ ഉള്ളവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകി. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകാനുള്ള സർവകലാശാലയുടെ നീക്കം തടയണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. പ്രതികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയത് വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടം മറികടന്നാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആരോപിച്ചു. പരാതി പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്ന് ഗവർണർ ഉറപ്പു നൽകിയതായി രാജ്ഭവനിലെത്തി പരാതി നൽകിയ മാതാപിതാക്കൾ അറിയിച്ചു. പരാതി വിസിക്ക് അയക്കുമെന്ന് രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപട്ടികയിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയ വിധിക്കെതിരെ സർവകലാശാല അപ്പീൽ നൽകുമെന്നാണ് വൈസ് ചാൻസലർ പറയുന്നത്. മതിയായ ഹാജരില്ലാത്തതും പ്രതികൾക്കെതിരായ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടിയായിരിക്കും അപ്പീൽ നൽകുക. കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സർവകലാശാല ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇവരുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കില്ല. റാഗിംഗ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ച് പരീക്ഷ എഴുതാനുള്ള ഉത്തരവ് നേടുകയായിരുന്നു. പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേക ഉത്തരവുമിറക്കി. ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം പ്രതികൾക്ക് വയനാട് ജില്ലയിൽ പ്രവേശിക്കാനാകില്ല. അതിനാൽ തൃശൂരിലെ മണ്ണുത്തിയിൽ പരീക്ഷാ കേന്ദ്രമൊരുക്കി നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികൾ നൽകിയ ഹർജിയിൽ കോടതി അനുകൂല ഉത്തരവ് നൽകുകയായിരുന്നു. പ്രാക്ടിക്കൽ പരീക്ഷ ഉൾപ്പെടെയുള്ളവ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു. വെറ്റിനറി കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ചട്ടമനുസരിച്ച് 75% ഹാജരില്ല എങ്കിൽ പരീക്ഷ എഴുതാനാകില്ല. എന്നാൽ പ്രതികൾക്ക് അനുകൂലമായുള്ള ഹൈക്കോടതി ഉത്തരവ് കണക്കിലെടുത്ത് പരീക്ഷ എഴുതാൻ അവസരം നൽകി. 3 വർഷത്തെ പഠന വിലക്ക് നേരിട്ടവരായതിനാൽ ഫലം സർവകലാശാല പ്രസിദ്ധീകരിക്കില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. വിഷയത്തിൽ മുൻ ഡീൻ MK നാരായണൻ, മുൻ അസിസ്റ്റന്റ് വാർഡൻ പ്രൊഫസർ കാന്തനാഥൻ എന്നിവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു. വിഷയത്തിൽ ഡീൻ MK നാരായണൻ കൃത്യമായി ഇടപെട്ടില്ല. അസിസ്റ്റന്റ് വാർഡൻ ഹോസ്റ്റലിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്നാണ് അന്വേഷണ കമ്മീഷൻ വിമർശനം. ഫെബ്രുവരി 18 ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്യാമ്പസിലെ ക്രൂര റാഗിങ്ങിനെ തുടർന്നാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ടത് എന്നാണ് പരാതി. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായത് പൂക്കോട് ക്യാമ്പസിൽ വെച്ചാണ്. സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് കോളേജ് ഡീനും ഹോസ്റ്റൽ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനും വീഴ്ച പറ്റിയെന്ന് കാട്ടി സർവകലാശാല ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 18 സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 16 രാത്രി കോളേജ് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ SFI പ്രവർത്തകർ സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. വയറ്റിൽ ചവിട്ടുകയും നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. 2 ബെൽറ്റ് പൊട്ടും വരെ അടിച്ചു. മർദ്ദനശേഷം മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചു. വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പും നൽകി. അടുത്ത ദിവസവും മർദ്ദനം തുടർന്നിരുന്നു. കൂട്ടുകാർക്ക് മുന്നിലിട്ടുള്ള മർദ്ദനത്തോടെ സിദ്ധാർത്ഥൻ മാനസികമായി തകർന്നുവെന്നാണ് വിവരം. 18 രാവിലെ കുളിക്കാനെന്ന് പറഞ്ഞാണ് കുളിമുറിയിൽ കയറിയത്. പിന്നീട് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.